ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ആ ലേഖനത്തിൽ കഷ്ടത വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, നമ്മൾ മുമ്പേ കേട്ടതിന്റെ ഒരു പിന്തുടർച്ചയാണിത്. കഷ്ടത വരുമ്പോൾ നാം എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് 9 കാര്യങ്ങള്. ആ 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 9 കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കഷ്ടത വരുമ്പോൾ ഹൗ ക്യാൻ വി ഫേസ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രബിൾസ്. അതില് 9 കാര്യങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം ബി എന്തൂസിയാസ്റ്റിക് എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം ബി ജെന്റിൽ. 3-ാമത്തെ കാര്യം ബി പീസ്ഫുൾ. 4-ാമത്തെ കാര്യം ബി പോസിറ്റീവ്. 5-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബി ടീച്ചബിൾ. 6-ാമത്തേത് ബി കണ്ടന്റ്, ബി എക്സ്പെക്ടന്റ്, ബി കണ്ടന്റ്. 8-ാമത്തേത് ബി ജനറസ്. And 9, it says the be fulfilled with what God has given to us. Amen. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ. ക്രിസ്തീയ ജീവിതത്തിൽ 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സാൽവേഷനാണ്. 2-ാമത്തെ ഭാഗം നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ടെർമിനേഷൻ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേച്ച് അവിടെ നിർത്തുകയാണ്. 99.75 മുണ്ടാണി അരയ്ക്കാലും ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് തീർന്നു. പള്ളി വരണം, കർത്തൃമേശ കൊടുക്കണം, കൂട്ടായ്മയായിരിക്കണം. അത് ഓട്ടക്കളത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു ആരംഭം മാത്രമാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ ടെർമിനേഷൻ, ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. 2 ഭാഗം ക്രിസ്ത്യാനികൾക്കുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു, മതി. പിന്നെ ബാക്കിയുള്ള സമയം അങ്ങനെയാണെങ്കിൽ പൗലോസ് ലേഖനങ്ങൾ എഴുതണ്ടല്ലോ. അപ്പൊ എവരി ക്രിസ്ത്യൻ ഹാസ് ടു ഫേസ് ഒരു ഓട്ടമുണ്ട്. നോട്ടക്കാരായിട്ട് നിൽക്കാനല്ല, ഓട്ടക്കളത്തിൽ ഇറങ്ങണം. അല്ലാതെ വെറുതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് എന്നാ പ്രയോജനം? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് രക്ഷ വഹിച്ച വ്യക്തി എന്ത് ചെയ്തു? വാട്ട് യു ഡിഡ്. പ്രവൃത്തിയിൽ കൂടെ രക്ഷയല്ല, പിന്നെ വിശ്വാസത്താലാണ് രക്ഷ. അത് ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ ഒക്കുള്ളൂ. അതിനാണ് യേശു വന്നത്. ബട്ട് വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യുന്നു? പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളിലും ഡോക്ട്രിൻ ആദ്യമേ പറയും, അത് കഴിഞ്ഞ് ഡ്യൂട്ടി പറയും. ബിലീഫ് ആൻഡ് ബിഹേവിയർ, ഡോക്ട്രിൻ ആൻഡ് ഡ്യൂട്ടി. സോ റോമാലേഖനം വലിയ ഡോക്ടറാണ്. അതിന്റെ 12 മുതൽ 16 വരെ അത് ഡ്യൂട്ടിയാണ്. കൊരിന്ത്യ ലേഖനവും എല്ലാ ലേഖനങ്ങളിലും ഡോക്ടറിന് ആദ്യം പറയും സാൽവേഷൻ, ആൻഡ് ദെൻ വാട്ട് യു ഷുഡ് ഡു. അത് പ്രവൃത്തിയാണ്. എന്നാൽ നമ്മള് ടെർമിനേറ്റ് ചെയ്ത് കളയും രക്ഷിക്കപ്പെട്ട ശേഷം. അതാണ് ഇന്ന് സഭകളിലെല്ലാം കാണുന്ന ഒരു കാര്യം. നീ കാണുന്ന പള്ളികളും നീ കാണുന്ന ഈ സ്ഥാപനങ്ങളും പറയുന്നത്, ഇവര് പറയുന്ന 2000 കൊല്ലം മുമ്പ് യേശു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചെന്നുള്ളതിന്റെ ഒരു സ്മാരകം. അതാണ് ഈ പള്ളിയൊക്കെ. അല്ലാതെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് എ മോണമെന്റ്, ഇറ്റ് ഈസ് എ മൂവ്മെന്റ്. ചർച്ച് ഈസ് എ മൂവ്മെന്റ്. അപ്പൊ പ്രയാസങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കർത്താവ് വഹിച്ച ക്രൂശ് നീ വഹിച്ചേ പറ്റുള്ളൂ. ആ മോഡലിലുള്ള ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നുള്ളെന്ന്. ആ നിലയിൽ പൗലോസിനെ വെച്ച് ഓടി ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന്. മാരത്തോൺ റേസും മറ്റും പൗലോസ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ഒരു ഓട്ടം നിനക്കുണ്ട്. എവരി ബിലീവർ ഷുഡ് റൺ എ റേസ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇതൊരു ആത്മീയ യുദ്ധമാണ്, ഇതൊരു ഓട്ടക്കളത്തിലെ ഓട്ടമാണ് എന്ന് പൗലോസ് എടുത്തു പറയുന്നു.
അപ്പൊ എവരി ബിലീവർ, കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ ഓട്ടക്കളത്തിൽ ഓടി അവന്റെ രാജ്യം പിടിച്ച് സാത്താന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കണം. നമുക്ക് എതിരാളിയുണ്ട്. എന്നാൽ അവിടെയാണ് പെന്തക്കോസ്ത് സഭകൾക്കുള്ള പ്രാധാന്യം വന്നത്. കാരണം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത് കൂടാതെ തന്നെ ആ ഓട്ടത്തിന് വേണ്ടി ആൾക്കാരെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഈ ബോധമില്ല. പൊതുവെ പറഞ്ഞാൽ സഭ പെരുകണമെന്നില്ല, വളരണമെന്നില്ല. 2000 കൊല്ലം മുമ്പ് സുവിശേഷം കേട്ട ഇന്ത്യയിൽ ഇന്ന് കേരളത്തിൽ 18%, ഇന്ത്യയിൽ മൊത്തം 5% ക്രിസ്ത്യാനികളാണ്. മാർത്തോമായുടെ ചുണക്കുട്ടികള് ഈ 2000 കൊല്ലം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിച്ചേനെ. അത് ചെയ്തില്ല. സോ ഈ ഓട്ടക്കളത്തിൽ ദൈവം അറിയണ്ട നീ ഓടുകയോ ഇല്ലയോ. ഒരു ടെസ്റ്റ് ഇല്ലാതെ നിന്നെ എടുക്കുവോ? ഒരു റേസ് അല്ലേ അത്, ഓട്ടക്കളത്തിൽ ഓടി ജയിക്കണ്ടേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് എക്സസൈസ് വേണം, അതിന് ക്ഷീണം ഉണ്ടാവും, വേർപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, പരിശോധനകൾ ഉണ്ടാവും, അനേക തടസ്സങ്ങൾ നീ ഓടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വാട്ട് യു ഷുഡ് ഡു, ഒന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതിന്റെ മരുന്ന്, ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ നീഡ് ബട്ട് ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യണം, പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യരുത്. ബി എൻതൂസിയാസ്റ്റിക്. ഓ മൈ നീഡ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹി നോസ്. എന്നെ ഉണ്ടാക്കിയ ഒരു അപ്പനില്ലേ, നീ എന്തോ മനസ്സിലാക്കുന്നത്? നീ പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ടാണ് ആ ഭൂമി വന്നേ. നിന്റെ പുറകിലൊരു മഹൽ ശക്തിയില്ലേ, നിന്റെ ഉള്ളിൽ മഹൽ ശക്തിയില്ലേ, അതിലെ കർത്താവ്. ആ കർത്താവിൽ നീ എപ്പോഴും സന്തോഷിക്കണം. ബിക്കോസ് ഐ ഹാവ് എ ഗോഡ് ആൻഡ് ഐ ഹാവ് ജീസസ്. അവൻ എന്നെ നോക്കിക്കൊള്ളു. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യരുത്. ഫോക്കസ് ചെയ്താൽ നീ പരാജയപ്പെട്ടു പോകും. കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ദൈവം പറയുമ്പോൾ ബി നോട്ട് ഓൺ യുവർ നീഡ്, ബി നോട്ട് ഓൺ യുവർ ഗ്രീഡ്. അതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നടക്കുകയില്ല. നമ്പർ 2, ബി ജെന്റിൽ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഇപ്പൊ സൗമ്യത എന്ന് പറയുന്ന മിണ്ടാതിരിക്കുന്ന അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ധാരണ. അങ്ങനെയല്ല. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ ഇവനെ അടുത്തറിയാം. മണൽ വാരി എറിയുമ്പോ ചേരയാണോ മൂർഖനാണോ എന്ന് അറിയാവുന്ന പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ നടുക്കാണ് ഒരു വ്യക്തി അറിയുന്നത്. ആടുന്ന കൊമ്പത്ത് പാടുന്ന പക്ഷിയായിരിക്കണം നീ എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് ഉറപ്പ് ക്രിസ്തുയേശുവിൽ നിനക്ക് വേണം. അത് ഒരിക്കലും മറക്കരുത്. ബി ജെന്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് സൗമ്യത എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സൗമ്യത, ക്രിസ്തുവിന്റെ സൗമ്യത. അതിന്റെ അർത്ഥം നമ്മുടെ അവകാശങ്ങളെ ബലാത്കാരമായി പിടിച്ചെടുക്കാൻ ഒരുങ്ങരുതെന്നാണ് അതിന്റെ ഒറിജിനൽ അർത്ഥം. ഇത് സാധിക്കാനായിട്ട് ഞാൻ എന്ത് വഴിയും സ്വീകരിക്കും? നോ, ബി ജെന്റിൽ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു. ഈ ദൈവത്തെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കില്ല, കാരണം നമുക്ക് വിശ്വാസമില്ല. ഈ എലയാസർ റിബേക്കെ കാണാൻ പോയപ്പോഴേ എഴുതി വെച്ച് ഇങ്ങനെ ഒരു പെണ്ണ് വരണോ. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്ത് അതുപോലെ തന്നെ വന്നു. ഇത് തന്നെയാ നമുക്ക്. ഇതിന്റെ പ്രശ്നങ്ങളെ സബ്മിറ്റ് ചെയ്യേണ്ട കോടതി ചെയ്യണം. സോ ബി ജെന്റിൽ, ദാറ്റ് ഈസ് ദ 5th വേർഡ്. ലോകത്തിന്റെ സൗമ്യതയിലെ അവരെ പോലെ നാം ആകരുത്. ആ പൗലുസ് കയറി കപ്പലിൽ എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ പൗലുസ് മാത്രമേ പറഞ്ഞുള്ളൂ, സഹോദരന്മാരെ നമുക്ക് ആർക്കും നഷ്ടം വരികയില്ല. There was a man in the ship. എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കി. കർത്താവിന് സ്തോത്രം. നിയറർ മൈ ഗോഡ് ടു ദീ എന്നുള്ള പാട്ട് പാടിയത് ടൈറ്റാനിക് കപ്പൽ മുങ്ങുമ്പോൾ കപ്പലിലെ ഒരു ഗായക സംഘം അന്ന് പാടി,
nearer my God to thee. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ലോകപ്രസിദ്ധമായ ഒരു പാട്ടാണ്. കപ്പൽ താഴുകയാണ്, 4000 പേരോളം വെള്ളത്തിൽ താഴുകയാണ്. എങ്കിലും ഭക്തന്മാർ അവിടെ നിന്നും ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ബി ജെന്റിൽ, അതറിയട്ടെ. ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസവും പോയി, അവന്റെ മുഖം കണ്ടാൽ നമുക്കൊരു സന്തോഷവുമില്ല. സഭായോഗത്തിലും അതെ, സഭായോഗം കഴിഞ്ഞു അതെ. ഒരിക്കലും സൗമ്യമായ ഒരു ഡീലിങ്സ് ഇല്ലാത്ത ആള്, that man has no faith in God. So എന്നാമൊക്കെ ഉണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഇവരുടെ കഷ്ടത മാറ്റി കൊടുക്കണേ. അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് കഷ്ടതയുണ്ടെന്ന് പാസ്റ്ററോട് ആര് പറഞ്ഞെന്ന് ചോദിച്ചു. കഷ്ടതയുണ്ടെന്ന് എനിക്കറിയാമെന്ന് അവരെ സമ്മതിക്കില്ല. നോ, എവരിതിങ് ഓക്കെ. നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നമുക്ക് വലിയ ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ഉണ്ടാവും. സാധാരണ നിലയിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമില്ല. നമ്മൾ ചിലതെല്ലാം പിടിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്, അന്നേരം സന്തോഷം വരും. മൂന്നാമത്തെ കാര്യം, ബി പീസ്ഫുൾ. 6-7 ഒന്ന് വായിച്ച്, 6-7 പ്ലീസ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ ലോകക്കാർക്ക് അറിയാൻ മേലാത്ത ഒരു സമാധാനം ദൈവം തരും. ഇവന്റെ കാര്യം ഇങ്ങനെയാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അത് പ്രാക്ടീസ് ചെയ്യണം. പ്രസംഗം കൊണ്ട് സാധിക്കില്ല. എവരിത്തിങ്, എനിത്തിങ്, എനിവേർ സബ്മിറ്റ് ടു ദ ലോർഡ് ഇൻ പ്രയർ. സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ മൂന്നാമത്തെ പ്രിൻസിപ്പിള്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് ഇരിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. അത് തിയോളജി പഠിച്ചതുകൊണ്ടോ ലോകക്കാരുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ടോ വരുന്ന സമാധാനം അല്ല. We have an expectation that the Lord will do the right thing. അപ്പൊ സമാധാനത്തിന്റെ ദൈവം, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ ഒരുപാട് വിചാരപ്പെടാറുണ്ട്. എന്നാൽ ദൈവം ഏതാവശ്യം വന്നാലും ഉടനെ തന്നെ ഹൈക്കോടതിയിലോട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗസ്ഥലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുകയാണ്. അവന്റെ കയ്യിലോട്ട് കാര്യം കൊടുത്തിട്ട് മാറി നിൽക്കുക. അവൻ വേണ്ട പോലെ ചെയ്തോളൂ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇന്നത്തെ ലോകം മുഴുവൻ സ്ലീപ്പിംഗ് പിൽസിലാണ് ജീവിക്കുന്നത്. സ്ലീപ്പിംഗ് പിൽസിലെ അവർക്ക് ജീവിക്കാനൊക്കെയില്ല, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. സ്നോ പീസ്. എന്നാൽ എല്ലാം ഉള്ളവരെ പോലെ ആയിരിക്കണമെങ്കിൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളും നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണമെന്നാ പറഞ്ഞത്. നിന്റെ വിഷയം വേറൊരാളോട് പറഞ്ഞാൽ ഒരു പരിഹാരവും ഇല്ല. അവർ കേൾക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പരിഹാരം ഉണ്ടാകില്ല. Don't pass it to them, pass it to God. ജീവിക്കുന്ന ദൈവമുണ്ട്. ജീവിക്കുന്ന ദൈവം നിന്നിലുണ്ട്. He is with us. He is in us. He is for us. നമ്മുടെ കൂടെ അവനുണ്ട്. എനിക്ക് കേൾക്കാവോ? അവൻ അദൃശ്യനായ ദൈവമാണ്. അവന്റെ ഒരിക്കലും ഒരു കാര്യം സബ്മിറ്റ് ചെയ്താൽ, എന്റെ ജീവിതത്തിൽ 100 കാര്യങ്ങൾ പ്രാർത്ഥനയെ കൂടെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. സകല കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ച ശേഷം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിച്ചെങ്കിൽ പ്രാർത്ഥനയെ കൂടെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ സമാധാനമില്ലായ്മ ദൈവത്തിലുള്ള വിശ്വാസക്കുറവിനെ കാണിക്കുകയാണ്. നേരം വിളിക്കുമ്പോൾ മുതൽ വൈകുന്നവരെ വെറീസ്. നോർമൻ വിൻസെന്റ് പീല് പോസിറ്റീവ് തിങ്കിങ് എഴുതാൻ കാരണം തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ബുക്കാണ്. ഈ മനുഷ്യന്റെ പ്രയാസങ്ങളൊക്കെ ഒരു പാസ്റ്ററാണ്. മനുഷ്യൻ വെറീഡാണ്. How can I solve the problem? But the solution is in God.
സോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങളുടെ അപേക്ഷയാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ സബ്മിറ്റ് ടു ദ ഗോഡ്. ഈസ് എ ബിഗ് ഓർ സ്മോൾ, വാട്ട് എവർ ഇറ്റ് മേ ബി. പ്രാർത്ഥനയുടെ പവർ അറിഞ്ഞോ പിന്നെ ആരും പേടിക്കുകയില്ല. അടുത്ത വായിക്കുന്നത് എന്തുവാ? വായിച്ചാട്ട് അടുത്ത വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അതെ, പോസിറ്റീവ് തിങ്കിങ്. ഞാന് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകങ്ങൾ കൂടെ മനസ്സിലാക്കാനിടയായി. നെഗറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് തിങ്കിങ്ങും. പോസിറ്റീവ് തിങ്കിങ് മാത്രമേ ജയിക്കുള്ളതാ പറഞ്ഞ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും അതെ സൽഗുണമോ പുകഴ്ചയൊക്കെയും വേണം. ലെറ്റ് യുവർ തോട്ട്സ് ബി ദ തോട്ട്സ് ഓഫ് ഗോഡ്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അത് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ ഈച്ച് ആൻഡ് എവറി മോമെന്റ് യു ക്യാൻ മൂവ് ഇൻ ഗോഡ്. അവനിലല്ലോ നാം ചലിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടതിനല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വോത്രം, നടക്കുമ്പോൾ സ്വോത്രം, വണ്ടിയെ കയറുമ്പോൾ സ്വോത്രം, വണ്ടി വിടുമ്പോൾ സ്വോത്രം, വണ്ടി നിർത്തുമ്പോൾ സ്വോത്രം, ഓഫീസിൽ ചെല്ലുമ്പോൾ സ്വോത്രം, ആളുകളോട് സംസാരിക്കുമ്പോൾ സ്വോത്രം. ഈസ് വിത്ത് us, ഈസ് വിത്ത് മീ, ഈസ് ഇൻ മീ ആൻഡ് ഈസ് ഫോർ മീ. അപ്പൊ ആ പ്രാക്ടീസ് അല്ല. ഞാൻ നേരം വെളുത്ത് തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് പോയച്ച് വൈകിട്ട് കിടക്കാൻ നേരത്തെ ഏതാണ്ട് പറയുന്ന നല്ല പ്രാർത്ഥന. സദാബി ഹമേശ always continue a prayer. Whisper a prayer in the morning, whisper a prayer at noon, and whisper a prayer in the evening. So keep your heart in tune. ട്യൂൺ ചെയ്യണം, ദൈവവുമായിട്ട് എപ്പോഴും ട്യൂൺ ചെയ്യണം. വിമാനം പറപ്പിക്കുന്നത് പൈലറ്റ് ആണെന്നാ എല്ലാരും പറയുന്നതല്ല. പൈലറ്റിന് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന വിമാനം ദുബായിയുടെ ഏരിയയിൽ ഇന്ത്യയുടെ അതിർത്തി വിട്ട് കൊച്ചി വിമാനത്താവളത്തിന്റെ എയർ കൺട്രോൾ എവിടം വരെ കിട്ടുമോ അവിടം വരെ നമ്മുടെ രാജ്യമായിട്ട് സംസാരിക്കും. എയർ ഇന്ത്യ ഈസ് ഗോയിങ്, എയർ ഇന്ത്യ ഗോയിങ്, എയർ ഇന്ത്യ ഗോയിങ്. അത് കഴിഞ്ഞാൽ അടുത്തത് ദുബായുമായിട്ട് ഉടനെ ടച്ച് ചെയ്യും. ഹലോ, ദിസ് ഇസ് എയർ ഇന്ത്യ, ദുബായ് ഈസ് കമ്മിങ്, എയർ ഇന്ത്യ ഈസ് കമ്മിങ്, ദുബായ് എയർപോർട്ട്. അപ്പൊ അവർ പറയും വരാൻ പറയും. ഇപ്പൊ മഴയാണ്, ഇറങ്ങരുത്. ഇപ്പൊ ക്ലൗഡാണ്, വിസിബിലിറ്റി ഇല്ല, ഇറങ്ങരുത് എല്ലാം പറയും. കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ കൺട്രോളിന്റെ ശബ്ദം ചൊവ്വ കേൾക്കാതെ വന്നുകൊണ്ടാണ് അപകടം ഉണ്ടായത്. ഓൾവേസ് സദാവി. ഇത് വിശ്വാസ കപ്പലാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് വിമാനം പോലെയാണ്. കരകാണക്കടലിനെ പറക്കുക. നിന്റെ കൺട്രോൾ എവിടെയാ? How can you see Dubai? Can you see heaven? But always talk to the Lord. അതായത് അർത്ഥം. ബി പോസിറ്റീവ്. സത്യമായതൊക്കെ നുണ പറയാനും കൂട്ടിപ്പിടിപ്പിക്കാനും സഭയെ ഒന്ന് വഴക്കുണ്ടാക്കാനും പാസ്റ്ററുടെ പ്രസംഗത്തിന് കുറ്റം പറയാനും ചൊറിയാനും വഴക്കുണ്ടാക്കാനും വരുന്നവരുണ്ട്. കാരണം അവർ പോസിറ്റീവ് തിങ്കിങ് അല്ല. അവർ അന്ന് പകൽക്കാലം അവർ ചിന്തിച്ചത് വേറെ കാര്യമാണ്. വീട്ടിൽ വഴക്കാം. അപ്പൊ അവരുടെ സന്തതികൾ വളർന്നു വരുമ്പോൾ പള്ളി വരികയില്ല. അവർ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അപ്പന്റെ കളി. അപ്പൊ ബി പോസിറ്റീവ് ഇൻ യുവർ തിങ്കിങ്. ചേഞ്ച് യുവർ തോട്ട്സ്. മാനസാന്തരം എന്ന് പറഞ്ഞത് മനസ്സിന് അന്തരം എന്നാ. ചേഞ്ച് യുവർ തോട്ട്സ് എന്നാണ്. കർത്താവ് ആദ്യം പ്രസംഗിച്ചതാണ് ദൈവരാജ്യം സമീപിച്ചു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പൗലോസ് പറഞ്ഞു. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ തോട്ട്സ്, ഇൻ യുവർ ബുക്ക്. നിന്റെ വീട്ടിൽ കയറി വന്നാൽ അറിയാം നീ ഏത് ബുക്കാ വായിക്കുന്നത്. ഞാൻ അനേകരുടെ വീടുകളിൽ ഇപ്പൊ സന്ദർശിച്ചപ്പോൾ ഒരൊറ്റ നല്ല ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. 67 കൊല്ലമായി പെന്തക്കോസ്ത് വിശ്വാസിയാൻ വന്നിട്ട് പുസ്തകം വായിക്കുകയില്ല, ബൈബിള് വായിക്കുകയില്ല. ധന്യനായ മഹാന്മാരായ വിശ്വാസികൾ എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കുകയില്ല. നീ പിന്നെ എന്തോ നീ തിന്നുന്നതിന്, നിന്റെ ആത്മാവിന് നീ കൊടുക്കുന്നതിനെന്നാ.
ചുമ്മാ അതെന്ന് വെച്ചാൽ ഇന്നിപ്പം ടിവിയും ഇന്നിപ്പോ കേരള ന്യൂസ് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അടിയാണ്, യാത്രയാണ്, പോലീസ് തല്ലേ, പോലീസിനിട്ട് തല്ലേ, അടി പിടി, ഇതെല്ലാം കണ്ടോണ്ടാ നീ ഉറങ്ങുന്നത്. പിറ്റേ ദിവസം നീ അങ്ങനെ തന്നെയാവും. ലീവ് ഇറ്റ് ഓൾ സച്ച് തിങ്സ്. ഓൾവേസ് റൈറ്റ് തിങ്കിങ്. റൈറ്റ് തിങ്കിങ് ഉള്ള ആളുകൾക്ക് മാത്രമേ റൈറ്റ് ആയിട്ട് വരാൻ നോക്കുള്ളൂ. എ മാൻ ഈസ് വാട്ട് ഹി തിങ്സ് ഓൾ ദ ഡേ ലോങ്. ചിന്തയുടെ ആകത്തുകയാണ് നീ. നീ പരാജിത ചിന്തയുടെ ഉടമയാണെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. എന്നാൽ പോസിറ്റീവായി പറഞ്ഞാൽ ജയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാണെന്ന് ചോദിച്ചാല്, അഞ്ചാമത്തേത് വായിച്ച് 9 മുതൽ വേഗം വായിക്കാം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. പഠിച്ചത് ബി ടീച്ചബിൾ. പഠിക്കണമെന്ന്, എന്നെ കേട്ടതും കണ്ടതും എല്ലാം പഠിക്കണമെന്ന് വീട്ടിൽ വന്നിരുന്നു. ദൈവവചനം പഠിക്കണം, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പഠിക്കണം. 10 രൂപ കിട്ടിയ 1 രൂപ പുസ്തകത്തിന് ചെലവാക്കണം. പുസ്തകവും വായിക്കുകയില്ല, പരിജ്ഞാനവും ഇല്ല, സഭയെക്കുറിച്ച് അറിവുമില്ല. ആരാണ്ട് പറഞ്ഞ് സ്നാനപ്പെട്ടു, ആരാണ്ട് പറഞ്ഞ് സഭയെ വന്നു, സമാധാനവും ഇല്ല, സ്വസ്ഥതയില്ല. നീ എന്തിനാ പെന്തക്കോസ്തിൽ വന്നത്? ടീച്ചബിൾ, ബി ടീച്ചബിൾ. എന്നോട് കണ്ടും കേട്ടുള്ളത്. അപ്പോസ്തോലിക് ഡോക്ട്രിൻ നന്നായിട്ട് പഠിക്കണം. പണ്ട് ആദ്യകാലത്ത് ഇറങ്ങിയ വിശ്വാസികൾ തർക്കിക്കാൻ പഠിച്ചവരാ, അത് നന്നായിട്ട് പഠിക്കും. KV സൈമൻ സാറ് ബ്രദറൻ സഭയുടെ ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ തർക്കത്തോട് ആർക്കും എതിർത്ത് നിൽക്കാൻ മേലായിരുന്നു. ചില കാര്യം ഒഴിച്ച് പഠിക്കണം, സ്റ്റുഡിയസ് ആയിരിക്കണം. അത് നിന്റെ വീട്ടിൽ കയറി വരുമ്പോ അറിയാം നീ സ്റ്റുഡിയസ് ആണോ. ഞാൻ അനേക പാസ്റ്റർമാരുടെ വീടുകളിൽ ഒക്കെ ചെല്ലുമ്പോൾ വായിച്ച്, ഇവൻ വല്ല പുസ്തകവും വായിക്കുന്നുണ്ടോ? നീ കഴിഞ്ഞ ആഴ്ച വായിച്ച പുസ്തകം ഏതാണ്? മനോരമയാണ്. അതെല്ലാവർക്കും വായിക്കാം. അല്ല, അതിനൊക്കെ പകരം ഇപ്പം ഒരു മൊബൈൽ ഫോണുമായിട്ട് നടന്നാൽ മതിയല്ലോ. ദേശത്തിൽ പോയിരുന്ന് കാണാം, അതെ, ആളെ കണ്ടുകൊണ്ട് സംസാരിക്കാം. വാട്സപ്പ്, എന്തുമാത്രം ആപ്പുകളാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്ത് സിനിമായ, വേദോക്തം വായിക്കേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം കയ്യിൽ നിന്നുകൊണ്ട് പിശാച് ഇണക്കി കൊടുത്തിരിക്കുക. വളരെ സൂക്ഷിക്കണേ. മക്കൾക്കെല്ലാം ആവശ്യമില്ലാതെ 4-5 ഫോൺ മേടിച്ചു കൊടുക്കരുത്. നീ വിചാരിക്കുന്ന പോലെ ആവും. പിന്നെ ദൈവിക കൃപയെ വരികയില്ല. അവിടെ കാണിക്കുന്നതും പറയുന്നതൊന്നും വിശ്വാസ മാർഗമല്ല. ഈ നിന്റെ ഡോക്ടറിൽ നീ പഠിപ്പിക്കണം. യേശു ജ്ഞാനത്തിലും കൃപയിലും വളർന്നു പറഞ്ഞ പോലെ പഠിപ്പിക്കണം. മക്കളെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കണം. നല്ല ക്ലാസ് പഠിപ്പിക്കണം. കർത്താവിന് സ്തോത്രം. വടക്കേ ഇന്ത്യയില് മലയാളിയായ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഒരു പാസ്റ്ററെ കേരളത്തിൽ നിന്ന് വിളിച്ച് 6 മാസം താമസിപ്പിച്ച് മക്കൾക്ക് ക്ലാസ് എടുത്തത് എനിക്കറിയാം. ബൈബിളൊന്ന് പഠിപ്പിക്കണം പാസ്റ്റർ എന്നോട്. 6 മാസം. വേറെ സഭയൊന്നുമില്ല. പഠിപ്പിക്കണേ. ബി ടീച്ചബിൾ. എന്നോട് കണ്ടും കേട്ടുമുള്ളത് പഠിപ്പിച്ചാൽ അത് കണ്ടന്റ്മെന്റ്, ഗ്രേറ്റ്ഫുൾനെസ്, ഫെയ്ത്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഹൃദയ പരിശോധനയ്ക്കുള്ള സമയമാണ്. ഇപ്പൊ എന്റെ വിഷയം, ഈ ആളുകൾ ഇറങ്ങിപ്പോകുന്നതിന് ഒന്നിനും ഉറപ്പില്ല വചനത്തിൽ. അപ്പൊ എന്നോട് കണ്ടും കേട്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. അടുത്ത വാക്യം 4:10 മുതലൊന്ന് വായിച്ചേ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ. ഇന്ന് കുറവാണെങ്കിലും താങ്ക് യു, കൂടുതലാണെങ്കിലും താങ്ക് യു. നമുക്കിന്ന് കോമ്പറ്റീഷൻ. അയൽവക്കക്കാരന് ഒരു വലിയ വണ്ടി മേടിച്ച് അടുത്ത് നമ്മൾ മേടിക്കണം. അവന്റെ വീട് പോലെ നമ്മുടെ വീടാക്കണം. നമ്മൾ കോമ്പറ്റീഷൻ. കർത്താവിനെ മറന്നുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഉള്ള അവസ്ഥയിലെല്ലാം ഇരിക്കാൻ. ഇന്ന് കഞ്ഞി വെക്കാൻ, ഇന്ന് എനിക്ക് ആഹാരം കിട്ടിയില്ലേ, താങ്ക് യു ലോർഡ്. അതിന് താങ്ക്സ് പറയണം. നമ്മൾ താങ്ക്സ് പറയോ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കേരളക്കരയിൽ ഒരു 70 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരന്മാർ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു മദാമ
ഈ യോഗം കഴിയുമ്പോ അവരോട് പറഞ്ഞ ആ ഹോട്ടലിൽ കയറി നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ കാശൊന്നുമില്ല, അവരെല്ലാം കയറ്റി ഹോട്ടലിൽ കയറ്റി ഭക്ഷണം കൊടുത്തു. അപ്പൊ കാശ് കൊടുക്കാൻ ചെന്നപ്പോൾ മദാമ കാശ് തന്നു, നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. പിന്നെ മദാമയെ അന്വേഷിച്ച് എവിടുന്നായി മദാമ വന്നത്. മദാമയെ പിന്നെ ആരും കണ്ടിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറങ്ങി തരാൻ കഴിയുന്ന എന്റെ വിശ്വാസം. നീ കാണുന്ന പോലെ പഴയതുപോലെ തന്നെ അപ്പോ ഇറച്ചിയും വെള്ളമൊക്കെ കൊണ്ടുത്തരും, ഇന്നും തരും. വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ സാധിക്കും. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്ലാക്ക് ഔട്ടാണ്, ബോംബിങ്. ജർമ്മനിയുടെ ഹെവി ബോംബിങ് നടക്കുകയാണ്. ഒരു വീടുകളിൽ ലൈറ്റ് പാടില്ല, ദേശം മുഴുവൻ ഡാർക്കാണ്. ഇതിനാ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലാക്ക് ഔട്ടിൽ കഴിയുമ്പോൾ വെളിച്ചം വെളിപ്പാൻ പാടില്ല. ഒരു കുഞ്ഞ് കതക് തുറന്നു വെച്ചു. അപ്പൊ അതിന്റെ അമ്മ ഇത് വിശന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയെ കഴിക്കാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം നമുക്ക് തരുമോനെ, നീ വിശ്വാസത്തെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ ഇറങ്ങിപ്പോയി. അപ്പൊ ഇവരൊരു തോന്നല്, കാക്ക എങ്ങനെ അകത്ത് വരുന്ന കഥകടച്ചിട്ടാൽ അതിനവൻ കഥക് തുറന്നിട്ടപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ദൂരെ നിന്ന് കണ്ടു വെളിച്ചം വരുന്നു. ടപ്പെന്ന് മിലിറ്ററി ട്രക്കുകൾ ഓടി ചെന്ന് കഥകടച്ചു. ആരാ പറഞ്ഞേ? കൊച്ചു കുഞ്ഞേ ഉള്ളു. അമ്മ പറഞ്ഞ് കാക്ക വരുന്നത് അതിനാണെന്ന് പറഞ്ഞു. ആ സൈന്യാധിപൻ കരഞ്ഞുപോയി. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളിടത്തോളം ഭക്ഷണം കൊണ്ട് കൊടുത്തു. കാക്ക വരുമെന്ന് വിശ്വസിച്ചാൽ കാക്ക വരും. അപ്പൊ വിശ്വാസത്തിൽ നിൽക്കണം. ഈ കണ്ണൻ അവസ്ഥയിലായിരിക്കും. ഇതൊക്കെയാണ് പരിശോധനകളിൽ നിൽക്കേണ്ടത്. 4:13 വായിച്ചേ. 4:13 വായിക്കാം. എല്ലാവർക്കും അറിയാവുന്ന വാക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ who strengthens me. അമേരിക്കൻ എന്ന വാക്കിന്റെ അവസാനത്തെ 3 അക്ഷരം ഖാനാണ്. അത് വെച്ചുകൊണ്ട് ഒരു പുസ്തകം ഒരാൾ എഴുതിയിട്ടുണ്ട്, അമേരിക്കക്കാർക്കെല്ലാം കഴിയും. അമേരിക്കൻ. I can and you can. Have a positive mind. God will do great things. I can do all things through Christ. നോർമൻ വിൻസന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു വലിയ വ്യവസായി പൊട്ടിത്തെറിച്ച് സകലവും നശിച്ച് പോസിറ്റീവ് അദ്ദേഹത്തിന്റെ അരികെ വന്നു. ഒരു കൗൺസിലിങ്ങിന് വന്നോ പറഞ്ഞു, അതിന്റെ ഭാഷ എല്ലാം തകർന്നു പോയി, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞു. കടക്കാരെല്ലാം കൊണ്ടുപോയി. അവൻ പറഞ്ഞു, എല്ലാം പോയോ? ആ പോയി. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ദാറ്റ്സ് നമ്പർ 1. നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. ഭാര്യ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. മക്കളോ? എല്ലാരും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നീ അമേരിക്കയിലെ താമസിക്കുന്ന നിനക്ക് ബോധ്യമുണ്ടോ? ഉണ്ട്. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ നിനക്കൊന്നും പോയിട്ടില്ല. വീണ്ടും നിനക്ക് ഇത്രയും കാര്യങ്ങൾ പുറകിലുണ്ട്. നിന്നെ സ്നേഹിപ്പാൻ ആളുണ്ട്. അടുത്തത് ഞാൻ പറയുന്ന വാക്യം പറയാൻ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. അത് കുറെ നേരം ഒന്ന് പറയാൻ പറഞ്ഞു. കുറെ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഡോക്ടർ, ഐ ഗോട്ട് ഇറ്റ് ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അയാൾ വിശ്വസിക്കാൻ തുടങ്ങി. ദൈവം വഴികളെ തുറക്കി, വലിയ വാതിലുകളെ തുറന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സോ ബി എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ വളരെ പ്രതീക്ഷയോടെ എപ്പോഴും ഇരിക്കാം. ഐ ക്യാൻ, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. ഒരു ഡോക്ടർ ഒരിക്കൽ ഒരു പാസ്റ്ററോട് പറഞ്ഞു, തന്റെ മകൻ ഒരിക്കലും അത് ചെവി കേൾക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു കേൾക്കുമെന്ന് പറഞ്ഞു. എടുത്ത വായിൽ അയാൾ പറഞ്ഞു കേൾക്കുമെന്ന് പറഞ്ഞു. നോ, ഗോയിങ് ടു ബി ഡഫ് ഓൾവേസ്. അയാൾ വിശ്വസിച്ച് അയാളെ നിരസിച്ചു. സത്യം ഇപ്പോഴും ഒന്നും കേൾക്കാൻ മേല കുഞ്ഞിന്. പക്ഷെ അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ നീണ്ട പ്രാർത്ഥനകള് ഏതാണ്ട് 1 വർഷത്തോളം നടന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞൊരു ദിവസം രാവിലെ സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതമായിട്ട്. അവസാനം ചെക്കപ്പിൽ കണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ആ ചെവിയുടെ കേൾവിയുടെ ഭാഗത്തേക്ക് 2 പുതിയ നരമ്പ് അതെ കിളുത്തു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരോ ഉണ്ടാക്കി വെച്ചതുപോലെ. അപ്പൊ പോസിറ്റീവായി യെസ് ഐ ക്യാൻ. അതെ, ചെവി കേൾക്കും ഞാൻ. ഇല്ല, ഞാൻ ഇവിടെ പണിയും.
കർത്താവിന് സ്തോത്രം. ഷിക്കാഗോ നഗരത്തിന് തീ പിടിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ വലിയൊരു ധനികനായ മനുഷ്യൻ, അതെ, അവിടുന്ന് എല്ലാരും കരയുമ്പോൾ അയാൾ പറഞ്ഞു, ഈ ചാരത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ, ചിക്കാഗോയിലെ ഏറ്റവും വലിയ കെട്ടിടം ഞാൻ അത് പറഞ്ഞു. ഇന്ന് അവിടെ ചിക്കാഗോയിലെ ഏറ്റവും വലിയ കെട്ടിടം ആ മനുഷ്യന്റെ. വിശ്വസിച്ചാൽ അതാണ്. ഫെയ്ത്ത് മീൻസ് ഗോഡ്, ഗോഡ് മീൻസ് ഫെയ്ത്ത്. ഇഫ് യു ഹാവ് ഫെയ്ത്ത്, യു ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. സോ എക്സ്പെക്ടഡ് ഓൾവേസ് ഐ ക്യാൻ ഡു. ഏഴാമത്തെ കാര്യം, എട്ടാമത്തെ കാര്യം, ബി ജനറസ്. 4:14 മുതൽ വായിക്കാം. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. പൗലൂസിന്റെ ചരിത്രത്തിൽ ലേഖനങ്ങളിൽ ഈ ഫിലിപ്പിയർ മാത്രമേ വല്ലതും കൊടുത്തുള്ളൂ. ഈ ജനറസ്. ഈ നിനക്ക് കിട്ടാത്തതിന്റെ കാരണം എന്നാ? നീ പഞ്ഞത്തന്യന, നീ 5 പൈസ മനുഷ്യന് കൊടുക്കുകയില്ല, നീ സഭയ്ക്ക് കൊടുക്കുകയില്ല, മറ്റു മക്കൾക്ക് ഉദാരമായി ഒന്നും കൊടുക്കുകയില്ല. കിട്ടണം കിട്ടണം കിട്ടണം, നമേന്നുള്ളത് അല്ലാതെ കൊടുക്കണമെന്നൊരു ചിന്തയില്ല. അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടുകയില്ല. കൈ വരണ്ടു പോയ മനുഷ്യനെ കണ്ടു. കൈ വരേണ്ട മനുഷ്യരെ ഒന്നും ചെയ്യാത്തവരെന്നുള്ളതാണ്. കൈ വരേണ്ടവരാ കൂടുതലും, കൊടുക്കുകയില്ല. കിട്ടുന്നിടത്തോളം അവക്കാവുന്നുള്ളതാണ്. വിശ്വാസികളോടെ ഞാൻ ഈ പറയുന്നത്. ബി ജനറസ്. അവനില്ലെങ്കിൽ ഒരു ചെറിയ സഹായം, സഹോദരനില്ലെങ്കിൽ ഒരു ചെറിയ സഹായം. ബി ജനറസ്. നിന്റേതല്ല, നീ നിനക്ക് തന്നതല്ലേ ഈ ആഹാരവും വസ്ത്രവും വെള്ളവും വായുവും എല്ലാം ഫ്രീ ആയിട്ട് നിനക്ക് ദൈവം തന്നതല്ലേ. ഈ ലൈറ്റ്, സൂര്യപ്രകാശം നിനക്ക് തന്നതല്ലേ, നിന്റെ വകയാണ്. നിന്നെ ഇവിടെ ആക്കിയതല്ല ഉള്ളു. സോ ബി ജനറസ്. നിങ്ങൾ മാത്രമേ വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ച് പൗലോസ് അത് ഓർത്തു. ഒരുത്തിന് കൈമുടക്ക്, ആ പെന്തക്കോസ്ത് ഷെയ്ക്ക് എന്ന് പറയുന്ന, ഹാൻഡ് ഷെയ്ക്ക് എന്ന് പറയുന്നത് ജനറസ് ആയിരിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരാനുള്ള പണി അതൊക്കെയാ. ദൈവം എന്തെങ്കിലും വഴി തുറക്കും. ആകാശത്തിന്റെ കിളിവാതിൽ നിനക്കായി തുറക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദശാംശം കൊടുക്കണം എന്ന് പറയുന്നത് നിർബന്ധമല്ല. എന്റെ ജീവിതത്തിൽ ഞാന് ഒരു പള്ളിയിൽ നിന്ന് വിശ്വാസി വന്ന, എന്നാൽ കർത്താവിനെ പഠിപ്പിച്ച ശേഷം ദൈവത്തിനും അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായിട്ടുള്ള വാക്കുകൂടെ വായിക്കാം. 19 മുതൽ. എന്റെ ദൈവമോ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സഹോദര, ഇത് നീ കേട്ടോണം. എന്റെ ദൈവം അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം നിന്നെ അനുഗ്രഹിക്കാൻ പോണം. മനസ്സിലായോ? ഇതാണ് ഒരു പ്രശ്നങ്ങളുടെ നടുക്ക് പൗലോസ് കൊടുത്തിരിക്കുന്ന 9 പോയിന്റ്. എന്റെ ദൈവമോ എല്ലാ ബുദ്ധിമുട്ടും തീർത്തു തരും. പ്രത്യാശയോടെ ഇരിക്കുക. കാണാം, ബൈബിളുമായിട്ട് ഇറങ്ങിയവരാരേലും ദൈവം അവരെ അനുഗ്രഹിക്കാതെ പോയിട്ടുണ്ടോ? ഇന്ന് ഈ 5 ഭൂഖണ്ഡങ്ങളിൽ ഭൂരിപക്ഷം ആർക്കാ കിട്ടിയത്? സുവിശേഷം ക്രിസ്തീയ സഭകൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളവർക്കും അല്ലേ കൊടുത്തിരിക്കുന്ന അഭിവൃദ്ധി മുഴുവൻ? ആലോചിച്ച് നോക്ക്. സമ്പത്ത്, കണ്ടുപിടുത്തങ്ങള്, ജ്ഞാനം, അറിവ്, വിവേകം, ഇതെല്ലാം ലഭിച്ചിരിക്കുന്ന വെസ്റ്റേൺ വേൾഡിനല്ലേ. ഒരു കാലത്ത് ദരിദ്രരായിരുന്നില്ല. കർത്താവിന് സ്തോത്രം. സുവിശേഷത്തിന്റെ വ്യാപ്തി. ഞാന് കപ്പലിൽ ഒരു ജോലിക്കാരനായിരുന്നു 12 കൊല്ലം. ഞാൻ ലോകത്തെ മുഴുവൻ കറങ്ങി നടക്കുന്നപ്പോൾ കണ്ട ഒരു കാര്യം, യേശുവും സുവിശേഷവും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദേശത്ത് അങ്ങനെ വന്നാൽ അവർ കള്ളൂടിയന്മാർ അവിടെ ഇല്ലാതെ വരും, അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യും. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിനത്തോളം തരും. ആകയാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. God is going to do great thing. May God bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.